എന്തുപറ്റി? പെട്ടെന്നൊരു സ്നേഹം. നീന, ഒരു നിമിഷം ഞാൻ നമ്മുടെ കഴിഞ്ഞ കാലം ഓർത്തുപോയി. ഒരുപാട് കിനാവുകൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ടു. ഒരുപാട് മോഹങ്ങൾ നമുക്ക് നമ്മളെക്കുറിച്ചുണ്ടായിരുന്നു. അവസാനം ഒരു കാരണവും ഇല്ലാതെ നീ എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഒരുപാട് നൊന്തു എനിക്ക്. എന്നിട്ടിപ്പോൾ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എന്നിട്ടും എനിക്ക് ഈ കുഞ്ഞിനോട് എന്തോ സ്നേഹം തോന്നുന്നു. നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഇനിയെങ്കിലും പറയൂ, ഈ കുട്ടി ഏതാണ്? ഒന്നും തെളിയിക്കാൻ വേണ്ടിയല്ല, നിന്നെയും കുഞ്ഞിനെയും പുറത്താക്കാനും വേണ്ടിയല്ല, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും. ഒരിക്കൽ എന്നോട് നീന കാണിച്ച സ്നേഹത്തിന് ഒരല്പം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പറയൂ, ഇതെന്റെ കുഞ്ഞാണോ? അല്ല. പിന്നെ? പിന്നെ ബോബിയുടേതല്ല. പക്ഷേ എന്റെ രക്ഷയ്ക്ക് ഈ കുഞ്ഞിനൊരു അച്ഛനുണ്ടായേ പറ്റൂ. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നത്. എങ്കിൽ ആരുടേതാണ് കുട്ടി? അത് ഞാൻ പറയില്ല. പ്ലീസ്. ഞാൻ പറയില്ല. പ്ലീസ് പറയില്ല. നീ പറയണ്ടടി. എനിക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. എല്ലാം കെട്ടിപ്പൊട്ടിക്കോ. നിന്നെ ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടും. ഇങ്ങനൊരു കുഞ്ഞില്ല. എന്തൊരു ക്ലിയർ. ഡാഡി, അയ്യരെ, ജയ, എല്ലാരും വാ. എല്ലാരും കേട്ടോളൂ. ഇവിടെ നടന്ന കള്ളനാടകത്തിന്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. ചാക്കോച്ചനെ വിളിക്കണോ? വിളി. പള്ളിയിൽ നിന്ന് പള്ളിക്കാരെ, അച്ഛനെ, നാട്ടുകാരെ വിളിക്കണോ? വിളി. എല്ലാരെയും വിളി. പൂച്ചു പുറത്തിയാടാൻ പോകുന്നു. ബോബി കള്ളനും ചതിയനും അല്ല എന്നുള്ള സത്യം നിങ്ങൾ എല്ലാവരും അറിയാൻ പോകുന്നു. പ്രസംഗം വേണ്ട കാര്യം പറ. Hear it from the horse's mouth. അവൾ ഇവിടെ കെട്ടിച്ചമച്ച് ഒരുക്കി കൊണ്ടുവന്ന കഥ പുളു, പച്ചപ്പുളു ഇപ്പൊ പൊളിച്ചേരാം. അവളുടെ വായിൽ നിന്ന് തന്നെ കേട്ടോ. എന്നിട്ടിപ്പോ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും. ഇവളിവിടെ കൊണ്ടുവന്ന കൊച്ച് എന്റെ കൊച്ചല്ല എന്ന് ഇവളുടെ വാ കൊണ്ട് പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്കാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അത് ആരുടെ കൊച്ചാണെന്ന് ഞാൻ ഇവളെ കൊണ്ട് പറയിക്കാം. വിളി, പോലീസിനെ വിളി. തള്ളയും പിള്ളേ ഒരുമിച്ച് അകത്താക്കണം. അതാ വേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോ. പുറത്താക്കാനും വേണ്ടിയല്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ഒരിക്കൽ എന്നോട് നീന കാണിച്ച സ്നേഹത്തിന് ഒരല്പം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്റെ കുഞ്ഞാണ്. ഇതുണ്ടായിരുന്നു ഡാഡി, സത്യത്തിൽ ഇതിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കാണിച്ചു. ഇതിലുണ്ടായിരുന്നു. ഞാൻ കേട്ടു. ഞാൻ ഇപ്പൊ എറിഞ്ഞു പൊട്ടിക്ക് ഞാൻ.